എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇപ്പോ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ എളാമാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ട്. അപ്പൊ കൂടുതൽ ആയിരിക്കുന്നില്ല, ഷാജിയാണ് വിഷയം. നേരെ വിഷയത്തിലേക്ക് കടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷാജിനെ കുറിച്ചിട്ടാണ്. ഷാജിയെ കുറിച്ചിട്ട് ഞാനിങ്ങനെ അവര് തുമ്മിയാലും തുപ്പിയാലും ഒന്നും എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അവരെ കുറിച്ച് കുറച്ചധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. റെലവെന്റ് ആണെന്ന് എനിക്ക് തോന്നിയ സാധനങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ചുമ്മാ കുത്തിയിരുന്ന് റീച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ഷാജിദ എന്ന് പറഞ്ഞ് ഇടുന്ന ഒരാളല്ല ഞാൻ ഇട്ട ചില വീഡിയോയുടെ താഴെ ഷാജിദ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വീഡിയോ പുള്ളിക്കാരി കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ഞാൻ ഈ വീഡിയോ ഷാജിദയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കാണുകയാണെങ്കിൽ അവസാനം വരെ കണ്ടിട്ട് മറുപടി തരികയാണെങ്കിൽ മറുപടി തരിക. തുടക്കം മാത്രം കണ്ടിട്ട് മറുപടി ഇട്ടിട്ട് പോവല്ലേ. അപ്പോൾ ഈ ഷാജി ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും നല്ല വ്യൂസ് ഉണ്ട്. അത് അവരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. അവർക്ക് വ്യൂസ് ഉണ്ട്. പക്ഷേ ഇവരുടെ നല്ലത് പറയുമ്പോഴല്ല വ്യൂസ് വരുന്നത്. ഇവരെക്കുറിച്ച് മോശമായിട്ട് അല്ലെങ്കിൽ ഇവർ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഈ വ്യൂസ് അധികമായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു 30ഓളം ആളുകൾക്കെതിരെ ഇവർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളും പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം സർക്കാസത്തിലൂടെ ആളെ ട്രോൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം കേട്ടോ, ഇവർ 5 പേരെ നോക്കി നടത്തുന്നവരുടെ ഒരു കപ്പാസിറ്റി എനിക്കത് ഭയങ്കര ഇംപ്രസീവ് ആണ്. അപ്പോൾ എന്നാലും നമ്മൾ കാണാനുള്ളതായതുകൊണ്ട് നമുക്ക് അതിൽ കേൾക്കാം. ഒത്തിരി സൂചിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് ബാക്കി കേൾക്കാം. വെറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. ഓക്കെ, അപ്പൊ പുള്ളിക്കാരിക്കെതിരെ ഇട്ട വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യുകയാണെങ്കിൽ കേസ് വരും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഷാജി ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് അവർക്ക് തന്നെ കമന്റ് കൊടുക്കുക. അവർ മെജോറിറ്റി ആളുകളും ടേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെ ടേക്ക് ഡൗൺ ചെയ്തില്ലെങ്കിലാണ് നമ്മൾ ഈ സൈബർ കേസ് പ്രകാരമായിട്ടൊക്കെ മുന്നോട്ട് പോകുക. പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ഷാജി മക്കളെ വെച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. വേൾഡ് മലയാളി കൗൺസിലിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ജിന്യൂസ് എന്ന് പറയുന്ന ചാനൽ വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഷാജി ഇപ്പോൾ ഒരു OLX സൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ആ സാധനം കുറെ അടിച്ചിറക്കി വിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഷാജി ഈ മോതിരം ഇടുക, ഈ മോതിരം 2 പേര് കൊള്ളാമെന്ന് പറഞ്ഞു, ഇതൊരു 15 എണ്ണം മേടിച്ചിട്ട് 10 രൂപയ്ക്ക് മേടിച്ചിട്ട് ഒരു 45 രൂപയ്ക്ക് പുള്ളിക്കാരി വിൽക്കും. അങ്ങനെ പുള്ളിക്കാരി ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിട്ട് വളർന്നിരിക്കുകയാണ്. അധികം താമസിക്കാതെ മുകേഷ് അംബാനിക്ക് മുകളിൽ പണക്കാരിയാകാനുള്ള സാധ്യതയുണ്ട്. പുള്ളിക്കാരി ബിസിനസ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. വളരെ നല്ല കാര്യം. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് അത്രയും നല്ലത്. അപ്പൊ പുള്ളിക്കാരി ഇപ്പോൾ 1-2 ബിസിനസ്സുകൾ കൂടെ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞ മോതിരം, 2 ക്രീം, 3 തുണി, അങ്ങനെ കുറെ ബിസിനസ്സുകളുണ്ട്. അപ്പൊ പുള്ളിക്കാരിയുടെ ബിസിനസ് മാഗ്നറ്റ് ലോകത്തേക്ക് നമുക്ക് കടക്കാം. അസ്സലാമലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും മക്കൾക്ക് സുഖമാണ്. അപ്പൊ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതില് ഇങ്ങനത്തെ ആമന്റെ മോതിരം 5 ലോഹാണ് കേട്ടോ. ഇതും നമ്മൾ പേരടിച്ച മോതിരം അതുണ്ടാവും. അതിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേരടിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഈ ബ്ലാക്കും ഈ വൈറ്റും കളറില്. ഇതൊന്നും ഗോൾഡ് അല്ല, റോൾഡ് ഗോൾഡ് ആണ്. നമ്മള് മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയാ, റോൾഡ് ഗോൾഡ് ഗ്യാരണ്ടി ഐറ്റംസ് ആണ്. ഈ കമ്മലും അതന്നെയാണ് കേട്ടോ. നല്ല ഗോൾഡിന്റെ ഫിനിഷിങ് വരുന്ന സാധനങ്ങളാണ്. അപ്പൊ വേണമെന്നുള്ളവര്, എനിക്ക് ഇത് കുറെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ ഇറക്കിയിട്ടുണ്ട് സാധനങ്ങള്. നിങ്ങൾക്ക് ഈ മോതിരം ഈ കമ്മലും ഇറക്കിയിട്ടുണ്ട്. വേണം എന്നുള്ളവര് എന്റെ 95 26 25 58 58 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ഷാജീസ് ബ്യൂട്ടി ക്രീം ഇറക്കിയിട്ടുണ്ട്. സംഭവം നല്ല സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട ആൾക്കാർ ഓഫർ തീരാനായി. ഓക്കെ, അപ്പൊ മെസ്സേജ് ഇടാം.
അപ്പൊ ഷാജീസ് ബ്യൂട്ടി ക്രീമിന്റെ കാര്യം പുള്ളിക്കാരി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 1000 രൂപയാണ് ഈ ക്രീമിന്റെ വില എന്ന് പറയുന്നത്, 1 രൂപ കുറച്ച് തരുന്നുണ്ട്. ഇപ്പൊ അത് സ്പെഷ്യൽ ഓഫർ പ്രകാരം 800 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി അതിന് എടുത്തു പറയുന്നുണ്ട്, നമ്മൾ ഷാജീസ് ബ്യൂട്ടി ക്രീം ഇറക്കിയിട്ടുണ്ടെന്ന്. ഇവരുടെ ഈ ബ്യൂട്ടി ക്രീമുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചർച്ചകളും വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നതാണ്. ഈ വിഷയം കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ലൈവിൽ വന്നപ്പോഴത്തേനും ഇതിനെക്കുറിച്ച് ഒരു ചോദ്യമുണ്ടായി. ആ ചോദ്യത്തിൽ പുള്ളിക്കാരി ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ക്രീം ഞാൻ എന്റെ ക്രീം അല്ലത്, ഞാൻ വീട്ടിൽ കളർന്ന ക്രീമല്ല, അത് ദുബായ് മിക്സിംഗ് ക്രീമാണ്. അതിന്റെ ആൾക്കാർ കാസർഗോഡത്തെ ആൾക്കാരാണ്, വർഷങ്ങളായിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ ക്രീം എടുത്തിട്ട് വിൽക്കുന്നത്. അതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. എന്റെ ആർക്കെങ്കിലും അറിയണം. അപ്പോ അത് പുള്ളിക്കാരുടെ ക്രീം അല്ല, കോഴിക്കോടുള്ള ഒരു ടീമിന്റെ ക്രീമാണ്. അത് ലൈസൻസും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ പുള്ളിക്കാരുടെ ലൈസൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കുക. ഒന്ന്, പുള്ളിക്കാരിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്ക് നേരെ കേസ് കൊടുത്തു എന്ന് പറയുന്നു. ഈ പുള്ളിക്കാരിക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തിയ ആളുകൾക്കെതിരെ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം. പുള്ളിക്കാരിയെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയതിരെ കേസ് കൊടുക്കണം. ഞാനും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ നമ്മൾ ചെയ്തു വെച്ചൊരു കാര്യത്തിനെ വിമർശിച്ചതിന്റെ പേരിൽ കേസ് കൊടുത്താൽ അത് എങ്ങനെ ഇതാവും അറിയത്തില്ല. ഒന്ന്, നിങ്ങൾ മക്കളെ കൊണ്ട് ആൾക്കാർ തല്ലിക്കും മോന്തയ്ക്ക് ചവിട്ടിക്കും എന്നൊക്കെ ഉള്ള കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ മക്കളെ മോശമായിട്ട് ഉപയോഗിച്ചു എന്ന് ഉള്ള രീതിയിൽ നിങ്ങൾക്കെതിരെ കേസ് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഈ ക്രീമിന്റെ ഇതിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ കയസിനെ വളരെ നല്ല രീതിയിൽ ഡിഫെയിം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് കേസ് കൊടുക്കാം. ഷഫീന ബീവിയെ വളരെ നല്ല രീതിയിൽ ഡിഫെയിം ചെയ്യുന്നുണ്ട്, അവർക്ക് കേസ് കൊടുക്കാം. നിങ്ങളുടെ ഉമ്മ, നാട്ടുകാർ, കൂട്ടുകാർ, വീട്ടുകാർ, സ്വന്തക്കാർ എല്ലാവരെയും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പച്ച അപരാധം പറയുന്നുണ്ട്, തെറി പറയുന്നുണ്ട്. നമ്മൾ പലരെയും മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ നമ്മൾ പലരോടും റിയാക്ട് ചെയ്യുക. പക്ഷെ നമ്മളെ ആരും റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ മാക്സിമം ചിന്തിക്കാതിരിക്കുക. ഞാൻ വീട്ടിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ക്രീമല്ല, ദുബായ് മിക്സിംഗ് ക്രീം കാസർഗോഡ് വരെ എൻ്റെ ഓണേഴ്സ്, ഞാൻ അതെൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഓൺലൈനായിട്ട് വിൽക്കുന്നു. അതിൽ എനിക്ക് 10%, എനിക്ക് അതിൽ കുറച്ച് പൈസ കിട്ടുന്നു, അത്രേ ഉള്ളൂ. ആ ബിസിനസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, എനിക്കത് 10% ലാഭം കിട്ടുന്നു എന്നാണ് പറഞ്ഞത്. 999 രൂപ അഥവാ 1000 രൂപയ്ക്കാണ് ഇവർ ഈ ക്രീം വിൽക്കുന്നത്. ഈ ക്രീം വിൽക്കുമ്പോഴത്തേന് ഇവർക്ക് 10% കമ്മീഷൻ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇവർക്കൊരു 100 രൂപ കമ്മീഷൻ കിട്ടും എന്നൊരു സാധ്യതയിൽ നിങ്ങൾ ഇത് ചിന്തിച്ച് നോക്കുക. ഒരു ക്രീം വിൽക്കുന്നതിന് 100 രൂപ കമ്മീഷൻ കിട്ടും എന്ന മൈൻഡ് സെറ്റ് ചിന്തിക്കുക. നിലവിൽ ഇവർ 90 ക്രീമോളം വിറ്റിട്ടുണ്ട്. 90 ക്രീം വിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് 10,000-ന് അടുത്ത് ഇവർ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു. 90 ക്രീം ഒരു മാസം വിറ്റപ്പോൾ. അപ്പൊ അതാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ പോൺസ് പോലത്തെ കമ്പനികളുടെ നൈറ്റ് ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ 250 രൂപ 300 രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സാമാനം എടുത്തിട്ട് 1000 രൂപ എന്ന ബ്രാൻഡിൽ വിൽക്കുന്നത്. മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് MRP എന്നൊരു സാധനം ഇതിനകത്ത് എത്ര ശതമാനം ആപ്ലിക്കബിൾ ആകും എന്ന് നമുക്കറിയില്ല. ഞാൻ ഈ ക്രീം മേടിച്ചിട്ടില്ല, ആരും വിളിക്കാൻ പാടില്ല, ആണുങ്ങളൊന്നും വിളിക്കാൻ പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. എൻ്റെ പെണ്ണുമ്പിള്ള മേടിക്കാൻ സാധ്യതയില്ല. എനിക്ക് പേഴ്സണലി നല്ല ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ എന്നെ പോലെ ഒരുപാട് സ്റ്റാഫുകളും വേറെയുള്ള ഒരു ജോലിക്ക് പോകുന്നവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ അതിന് അവർക്കും കൂടി ഞാനത് സജസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അവർക്കും കൂടി പുള്ളിക്കാരി സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ ക്രീം വിറ്റത്. അതായത് പുള്ളിക്കാരി മേടിച്ച് ഉപയോഗിച്ച് നോക്കി, പുള്ളിക്കാരി സ്വയമേ മോഡലായി ഉപയോഗിച്ച് നോക്കി, നല്ല റിസൾട്ട് ഉണ്ടാക്കി. അങ്ങനെയാണ് പുള്ളിക്കാരി ഈ ക്രീം വിറ്റത്. ഈ ക്രീമിന്റെ ഓൾറെഡി പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ കിഡ്നി വരെ അടിച്ചു പോകുന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തൊരു കാണുക. നമുക്ക് ബാക്കി ഷാജി പറയുന്നത് അതുപോലെ ആ സംഭവം വെളുത്തിട്ട് പാറുന്ന ക്രീമില്ല, നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങൾ ഒക്കെ പോകും. പിന്നെ വെളുത്തിട്ട് പാറണ ക്രീം അല്ല. പക്ഷെ നേരത്തെ ഒരു ലൈവിൽ വന്നിട്ട് ചന്തയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ചന്തവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ക്രീം വെച്ച് പാർക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഇവിടുത്തെ ഡാർക്ക് സ്പോട്ടുകൾ, മുഖത്തിന്റെ കറുപ്പ്, കണ്ണിന്റെ തടിപ്പ് മുതലായവയൊക്കെ നീക്കുന്ന ക്രീമാട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു പ്രൊമോഷൻ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജന്മനാ കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മളുടെ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടും. പിന്നെ നമ്മുടെ മുഖത്ത് വരുന്ന ഡാർക്ക് സ്പോട്ട്, കണ്ണിന്റെ ഇവിടെ, അതെ, നമുക്ക് ജന്മന കിട്ടുന്ന, നമ്മൾ ബ്രൂട്ടീഷനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതുപോലത്തെ ക്രീമുകളൊക്കെ വാരി പരട്ടും. അന്നേരം ജന്മന കിട്ടുന്ന അല്ലാത്ത കുറച്ച് ഭംഗിയും കൂടെ വരും. പുള്ളിക്കാരിയെ പോലത്തെ ഭംഗി വരും. ആ ഭംഗി വേണ്ടവരെല്ലാം ആ ക്രീം അടിച്ച് പരട്ടുക. ഇനി ഇവർ ഈ ക്രീം ഫസ്റ്റ് ടൈം ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ഒരു ലൈവിനകത്താണ്. ആ ലൈവിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാവേ. എന്റെ ബ്രാൻഡിൽ ഞാൻ ഇറക്കിയതാണ്. ഇത് എന്റെ ബ്രാൻഡിൽ ഞാൻ ഇറക്കിയതാണ്. സൈഡ് എഫക്റ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്, നോ സൈഡ് എഫക്റ്റ്.
അതിൽ എഴുതിയിട്ടുണ്ട് നോ സൈഡ് എഫക്റ്റ് എന്ന്. അതിൽ എഴുതി കഴിഞ്ഞത് കറക്റ്റാ. അത് നമ്മൾ അംഗീകാരം ഒന്നും ഉണ്ടോന്നും അറിയത്തില്ല. നമ്മൾ എഴുതിയിട്ടുണ്ട് നോ സൈഡ് എഫക്റ്റ്. നോ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. ഇങ്ങനെ നമ്മൾ നോ സൈഡ് എഫക്റ്റ് എന്ന് എഴുതി വെക്കുകയും അല്ലെങ്കിൽ ഇതിന് ഇന്നതാണ് ഞാൻ കൊടുക്കുന്ന ഗ്യാരണ്ടി, ഇത് വെളുക്കും, കണ്ട് തുടിപ്പ് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ട് അത് മിസ് അഡ്വർടൈസ്മെന്റ് ആവും. പൊതുവേ ഇത് ഷാജിദ ഷാജിക്ക് ഗുണപ്പെടാനാട്ടോ ഞാൻ പറയുന്നത്. ഒരു പരസ്യം ചെയ്യുമ്പോഴത്തേനും ഒരു സ്റ്റാർ ഇട്ടിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ സപ്ലൈ അല്ലെങ്കിൽ കണ്ടീഷൻ സപ്ലൈ എന്നിട്ടിട്ട് അവരൊരു മുൻകൂർ ജാമ്യം എടുക്കും. ആ മുൻകൂർ ജാമ്യം മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് ചന്തയ്ക്ക് ചിന്തം വന്നില്ല അല്ലെങ്കിൽ ചന്തം വന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേസിനകത്ത് പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ എന്ത് പറയുമ്പോഴും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ സപ്ലൈ അല്ലെങ്കിൽ കണ്ടീഷൻ സപ്ലൈ ഇട്ട് പറയാൻ മാക്സിമം ശ്രമിക്കുക. ഈ വീഡിയോ ഫുൾ ഷാജിദ ഷാജിക്ക് ഹെൽപ്ഫുൾ ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. 7 ഡേയ്സിൽ നമുക്ക് റിസൾട്ട്. എന്റെ ബ്രാൻഡിൽ തുടങ്ങിയത് ലൈസൻസ് ഉണ്ടോ ഇല്ലെന്ന് നിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ലട മോനെ. അത് ഞാൻ തെളിയിക്കേണ്ടോടെയും കൊടുക്കേണ്ടോടെയും കൊടുത്തിട്ടുണ്ട്. എന്റെ ബ്രാൻഡിൽ ഞാൻ ഇത്രയും 2 ലക്ഷം സബ് നിൽക്കണവിടെ ഞാൻ പബ്ലിക്കായിട്ട് എന്റെ ബ്രാൻഡ് ഇറക്കണമെങ്കിൽ ഞാൻ അതിന്റെ പിന്നിൽ കാസർഗോഡ് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ലടാ. തെളിയിക്കേണ്ട രീതിയിൽ തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കമ്പനിക്ക് ഒരു ബയർ എന്ന നിലയിൽ എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് എൻഡ് യൂസർ അറിയേണ്ട കാര്യമുണ്ട്. നിങ്ങളത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പൊതുവേ ഈ കമ്പനികൾക്കെല്ലാം ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും. അല്ലെങ്കിൽ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞ് പബ്ലിഷ് ചെയ്യും. ഈ സാധനത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഈ ക്രീം വരട്ടിയിട്ടില്ല, അപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല. ഇവര് ഫസ്റ്റ് ഓഫ് ഓൾ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. ഇവർ പറയുന്നത് കാസർഗോഡുകാരാണ്, അവർക്കുണ്ട്, ഞാനായിട്ട് കിണ്ടുന്നതല്ല ഉണ്ടാക്കുന്നതല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഇവർ പറയുന്നുണ്ട് ഞാൻ കാസർഗോഡ് പോയി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാമോ എന്നുള്ള രീതി പറയുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിന്റെ ഒരു ലീഗൽ വശത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ക്രീം മേടിക്കുന്നു, കോസ്മെറ്റിക് ക്രീം മേടിക്കുന്നു. ഈ ക്രീം അവരെ കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ ഇവരോ അതിന്റെ പേര് മാറ്റിയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന പേര് മാറ്റിയിട്ട് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്നാക്കി വിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ നിയമവശങ്ങൾ നോക്കുകയാണെങ്കിൽ കോസ്മെറ്റിക്സ് ഇൻ ഇന്ത്യ ആർ റെഗുലേറ്റഡ് അണ്ടർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 1940 നിയമപ്രകാരം ഇതിന് ഒരു നിയമമുണ്ട്. റീപാക്കിംഗ് ഈവൻ വിത്തൗട്ട് മാനുഫാക്ചറിങ്, റീപാക്ക് ചെയ്യുന്നു മാനുഫാക്ചറിങ് ചെയ്യാതെ ആണെങ്കിൽ പോലും ഈസ് ലീഗലി സീൻ ആസ് എ പാർട്ട് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. അതൊരു മാനുഫാക്ചറിങ് പ്രോസസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആയതിനാൽ അത് നിങ്ങൾക്ക് കുറേ സർട്ടിഫിക്കേഷനും ലൈസൻസും കാര്യങ്ങളും എല്ലാം ആവശ്യമുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എന്തൊക്കെ ലൈസൻസ് വേണമെന്ന് ചോദിച്ചാൽ കോസ്മെറ്റിക്സ് മാനുഫാക്ചറിങ് ലൈസൻസ് ഫോം 32 അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൈസൻസ് വേണം. ഈവൻ ഇഫ് യു ആർ ഓൺലി റീപാക്കിംഗ് നോട്ട് പാക്കിംഗ്, നിങ്ങളല്ല പാക്ക് ചെയ്യുന്നത്, നിങ്ങൾ വാങ്ങിയോ അവരോ നിങ്ങളുടെ ബ്രാൻഡ് മാറ്റി അത് ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ പേരിൽ കുറച്ച് ലൈസൻസുകൾ വേണം. ഇറ്റ് കൺസിഡർഡ് ആസ് മാനുഫാക്ചറിങ് അണ്ടർ ആക്ട്. ഇങ്ങനെ പേര് മാറ്റി പാക്ക് ചെയ്യുമ്പോൾ അത് മാനുഫാക്ചറിങ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് നിയമപ്രകാരം. അപ്ലൈ അണ്ടർ ഫോം 31 ആൻഡ് ഗെറ്റ് ലൈസൻസ് ഇൻ ഫോം 32. ഫോം 32 ലൈസൻസ് വാങ്ങണം. വാങ്ങിയിട്ടില്ലേ വാങ്ങിച്ചു വെച്ചോ. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുപ്പിക്കുന്നുണ്ട് പല ആൾക്കാരും നിങ്ങൾക്ക് ഇട്ട് പണി തരാനുള്ള ചാൻസ് ഉണ്ട്. ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കേരള. ഓക്കെ, ശരി. ഇനി ഇതിന് GST രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് ലൈസൻസ് ആവശ്യമുണ്ട്. ട്രേഡ് ലൈസൻസ് എന്തിനാണ് എടുക്കുന്നത്? ഷാജീസ് ബ്യൂട്ടി ക്രീം എന്നാണ് നമ്മൾ ട്രേഡ് മാർക്ക് പേര് ചെയ്യുന്നത്. അപ്പോൾ ആ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. ഇഷ്യൂഡ് ബൈ ലോക്കൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓർ പഞ്ചായത്ത്. കൺഫേം യുവർ ഷോപ്പ് യൂണിറ്റ് ക്യാൻ ഓപ്പറേറ്റ് ലീഗലി ഇൻ ദ ഏരിയ. നിങ്ങൾക്കൊരു ഇത് ഉണ്ടാക്കാൻ ഒരു സാധനം വേണമല്ലോ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പേരിൽ ലൈസൻസ് എടുത്തിട്ടുണ്ടാവണം. BIS സർട്ടിഫിക്കേഷൻ ഇഫ് അപ്ലൈ. സം കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് ലൈക്ക് സ്കിൻ ക്രീം, സൺസ്ക്രീൻ may record Bureau of Indian Standard BIS സർട്ടിഫിക്കേഷൻ. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കേണ്ടതായ കാര്യമുണ്ട്. ഇനി ഇതിൻ്റെ ലീഗൽ കോംപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ കൊടുക്കാം. അത് നമുക്ക് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഈ പ്രോഡക്റ്റിനകത്ത് നിങ്ങൾ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇതിൻ്റെ ലേബലിനകത്ത് ഇതിൻ്റെ മാനുഫാക്ചറിങ് ബാർ റീപാക്കർ നെയിം ആൻഡ് അഡ്രസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി, അതിനകത്ത് എന്തോരം അളവുണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ബാച്ച് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. മാനുഫാക്ചറിങ് ഡേറ്റ് ആൻഡ് എക്സ്പയറി മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ലൈസൻസ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം.
MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാണ്. ഇങ്ങനെ ഒരുപാട് ലീഗൽ വശങ്ങളുണ്ട് നിങ്ങളുടെ ഈ ക്രീം എന്ന് പറയുന്ന സാധനത്തിനകത്ത്. നിങ്ങൾ യൂട്യൂബറിനെതിരെ എന്നെ സാമൂഹ്യ മാധ്യമത്തിൽ മോശമായി സംസാരിച്ചു, മോശമായിട്ട് സംസാരിക്കുന്നതിന് കേസ് കൊടുക്കണം കേട്ടോ. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം. പക്ഷെ വിമർശിക്കുന്നവർക്കെതിരെ എല്ലാം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു വെച്ച സാധനങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് പാമ്പായിട്ട് മാറും. ഇപ്പം നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയും കുറച്ച് കാശ് ഉണ്ടാക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഈ കാശ് ഉണ്ടാക്കാനുള്ള ചിന്തയിലാണ് നിങ്ങൾ ഈ പറയുന്ന തുണി വിൽക്കുന്നതും മോതിരം വിൽക്കുന്നതും ക്രീം വിൽക്കുന്നതും എല്ലാം. പക്ഷേ ഈ തുണി വിൽക്കുന്നത് പോലെയോ മോതിരം വിൽക്കുന്നത് പോലെയോ അല്ല നിങ്ങളൊരു ക്രീം വിൽക്കുമ്പോൾ. അത് ഒരാളുടെ മുഖത്ത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾ ഫേക്ക് പ്രോമിസുകൾ കൊടുക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് പുരട്ടിയിട്ട് കണ്ണിൻ്റെ അവിടുത്തെ കറുപ്പ് മാറിയില്ലെങ്കിൽ നിങ്ങൾ പെടും. 11 ദിവസം കൊണ്ട് വെളുത്തിട്ട് ചന്തം കൊണ്ട് പാറിയില്ലെങ്കിൽ നിങ്ങൾ പെടും. കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബേസിക്കലി നിങ്ങളുടെ സൈഡിലുള്ള ലീഗൽ വശങ്ങൾ ശരിയാക്കി വെക്കുക. വിമർശനങ്ങളെ വിമർശനങ്ങളായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ ജിനൂസിൻ്റെ വീഡിയോയിൽ പോയി കമൻറ്റ് ഇടുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾ കമൻറ്റ് ഇടാനേ നിൽക്കാതെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. നിങ്ങൾ ബാക്കിയുള്ളവരെ പെടുത്താൻ നിൽക്കുമ്പോഴത്തേന് നിങ്ങൾ പെടും. ഡിഫർമേഷന് പല കേസുകളും നിങ്ങൾക്കെതിരെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ ഞാൻ നിങ്ങളെ വിമർശിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളൊരു കേസ് കൊടുക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ഞാൻ എന്താ വിമർശിച്ചതെന്ന് പോലീസ് നോക്കും. എന്താ വിമർശിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് പോലീസ് നിങ്ങളുടെ ചാനലെടുത്ത് സൈബർ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങളെ പിടിച്ച് യൂട്യൂബിൽ നിന്ന് ബാൻ ചെയ്തോളാം. അത്തരം കണ്ടന്റുകളാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കണ്ടന്റ് കാരണം യൂട്യൂബ് മൊത്തത്തിൽ വിടുന്ന് നിർത്തി പോകുന്ന വരെ പല യൂട്യൂബേഴ്സിനും സംശയങ്ങളുണ്ട്. ഏതായാലും നല്ല കണ്ടന്റുകളുമായിട്ട് വീണ്ടും മുന്നോട്ട് വരിക. ഡ്രസ്സും എല്ലാം കച്ചവടമൊക്കെ നന്നായിട്ട് ഇറക്കട്ടെ. പൈസ ഇല്ല, പൈസ വരുമ്പോൾ ഒരു ക്രീം മേടിച്ചിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു ഡേറ്റ് ആണ് വരെ.